അസ്സലാമലൈക്കും. നമുക്കിന്നേ ഒരു ഗൗൺ ചെയ്താലോ? കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾക്കൊരു കല്യാണം വരണുണ്ട്, അതിന് പച്ചയാണ് ഡ്രസ് കോഡ് എന്നൊക്കെ. അപ്പോൾ ദാ ഒരു പച്ച ഗൗൺ തന്നെ ആവട്ടെ. ഇത് നാത്തൂൻ്റെയാണ് കേട്ടോ, അതായത് സിയാമോളുടെ ഉമ്മച്ചിയുടെ ആണ്. അപ്പോൾ അതാ ഇതാണ് മെറ്റീരിയൽ, നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതാ ലൈനിങ് ക്രൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പോത്തീസിൽ നിന്ന് എടുത്താണ് കേട്ടോ, എല്ലാം പോത്തീസിൽ നിന്ന് തന്നെയാണ്. നമ്മളന്ന് പോത്തീസിൽ പോയപ്പോൾ അങ്ങനെ എടുത്തതാണ്. അതായത് ഇതിൻ്റെ ഷോളാണ് കേട്ടോ. അപ്പോൾ ഷോൾ വർക്ക് ചെയ്യണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ നിങ്ങൾ? ഷോളിൽ സൈഡിൽ ബീഡിങ് ഒക്കെ വെച്ചിട്ട് ലേസൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ലേസാണ് നമ്മളതിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ലേസ്. പോത്തീസിൽ ഇങ്ങനെ ലൈസൊക്കെ ഉണ്ട് കേട്ടോ. ലൈസിന് കുറച്ച് വിലയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ ഇത്തിരി വില കുറവിൽ കിട്ടും. അപ്പോൾ ഈ ലൈനിങ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കളർ തന്നെയാണ് സിയാമോളുടെ ഡ്രസ്സും. അപ്പോൾ ആ ഡ്രസ്സിനും കൂടെ കൂടിയിട്ട് ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഷിമ്മർ ജോർജറ്റ് 4 മീറ്ററാണ്. ഈ ലൈനിങ് ഒരു 5.5 മീറ്റർ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സിനും കൂടെ ഉള്ള ലൈനിങ് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈനീളം എടുക്കുകയാണ്. നമ്മൾ എത്രയാണോ കൈനീളം നോക്കുക, അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടുതലായിട്ട് കൈനീളം മാർക്ക് ചെയ്യുക. എന്നിട്ട് 4.5 ഇഞ്ച് ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്ത് അതിലേക്കാണ് നമ്മൾ കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ കൈയിൻ്റെ വീതി എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ ഷോൾഡർ 15 ആണെങ്കിൽ നമ്മുടെ കൈക്കുഴി വന്നിട്ട് 7.5 ആയിരിക്കുമല്ലോ. ആ 7.5യുടെ കൂടെ 1 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് കൈയിൻ്റെ വീതി എടുക്കുക. മനസ്സിലായോ? ഇങ്ങനെ മടക്കിയിട്ടിട്ട് അളന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വരച്ചെടുത്ത അവിടെ വരെയുള്ള വീതി 8.5 ഇഞ്ച് വേണം. മനസ്സിലായോ? 7.5 + 1 കേട്ടോ. അതുപോലെ തന്നെ കൈ വണ്ണം ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോൺ സൈഡിൽ വെച്ചേക്കണം, അതിൻ്റെ അകത്ത് അളവുണ്ട്. അളവ് ഞാൻ അവിടെ വെച്ചേക്കാണ് കേട്ടോ. ഞാൻ കടലാസിലേക്ക് എഴുതിയെടുത്തില്ല, അതിൽ നോക്കിയാലും മതിയല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അളവുകൾ എടുത്തത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ദാ ഇതിങ്ങനെ കൈ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൗൺ തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ കൈ വെട്ടിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് ബോഡി പാർട്ട് വെട്ടിയെടുക്കുക, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് വെട്ടണം. ഇനി തുണി തീരെ കുറവാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് പാർട്ട് വെട്ടിയ മൂലഭാഗത്ത് നിന്ന് നമുക്ക് പീസ് കിട്ടുമല്ലോ, അതിൽ നിന്ന് നമുക്ക് കൈയോ ബോഡി പാർട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ 4 മീറ്റർ മെറ്റീരിയൽ ഉണ്ട്. ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് തികയും തോന്നി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയ റിസ്ക് എടുക്കാഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോഡി പാർട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത് അതേ സെയിം തന്നെയാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടനക്കാണ് കൊടുക്കുന്നത്. ബോട്ടനൊക്കെ ആകുമ്പോൾ കഴുത്തിങ്ങനെ വിരിഞ്ഞ് പോകത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഷോൾഡർ നമ്മൾ അളവെടുത്ത് തന്നെ തയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇനി മൈനസ് ചെയ്യുകയാണെങ്കിൽ ഷോൾഡർ അകത്തേക്ക് കയറി പോകും കേട്ടോ. കയറി നിന്നാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ദാ കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. ചെസ്റ്റ് അളവ് റൗണ്ടിലാണ് അളവെടുത്തേക്കണത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് ഇനി ഹാഫ് ലെങ്ത്തിൽ, അതായത് വേസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. വേസ്റ്റ് അളവിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഇതേപോലെയൊക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് തുണി മാർക്ക് ചെയ്താൽ മതി. ആം ഹോളിൻ്റെ ഇവിടെ ഈ മൂലഭാഗമായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കൈക്കുഴി വരക്കാനൊക്കെ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൈക്കുഴി വരക്കണ സ്കെയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ അത് വെച്ച് വരക്കണേക്കാളും എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നണത് ഞാൻ അളവെടുത്തിട്ട് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൈക്കുഴി വരച്ചു കൊടുത്തിട്ട് ചെയ്യണതാണ്. മറ്റേത് ആ ഒറ്റ അളവല്ലേ ഉണ്ടാവുള്ളൂ, ഒറ്റ വളവല്ലേ ഉണ്ടാവുള്ളൂ. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വളക്കാൻ പറ്റില്ലല്ലോ. അത് വെച്ച് ചെയ്യണവരും ഉണ്ടാവും. ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാനിത് കറക്റ്റായിട്ട് ഞാൻ അളന്ന് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. ആം ഹോൾ അളക്കും, കൈക്കുഴി അളക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ കടയിലെ സ്റ്റാഫും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കൈ വെട്ടിയെടുത്തത് വെച്ചിട്ട് നല്ല പീസിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേസ്റ്റൊന്നും പോകാത്ത വിധം എടുക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ശരിക്കും അമ്പർല ടോപ്പ് തയ്ക്കുക, എന്നിട്ട് അടിയിലൊരു ബോട്ടം ഇടുക, ആ കളർ തന്നെ ഷോളും ഇടാന്നൊക്കെയാണ് കരുതിയിരുന്നത്. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അവർ ഗൗണാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാത്തൂനും പറഞ്ഞ അവൾക്കും ഗൗൺ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാന്ന് നോക്കാം, ഈ തുണി തികയോ നോക്കാം. 4 മീറ്റർ നമ്മൾ ശരിക്കും എടുത്തതൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചപ്പോൾ അത് ക്ലിയർ ആയിട്ടോ. വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടി വന്നില്ല. ലൈനിങ് കട്ട് ചെയ്തിട്ട് അത് വെച്ച് നല്ല പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബോഡി പാർട്ടും കൈയും എല്ലാം വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് വേണ്ടത്. അപ്പോൾ സ്കേർട്ട് പാർട്ട് വെട്ടുമ്പോൾ
ഇതാ 2ആക്കി മടക്കിയിട്ടേക്കാണ് തുണി. ഇതിനെ ക്രോസാക്കി ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, അമ്പർല കട്ട് ചെയ്യണം. അപ്പോൾ തുണീനെ നമ്മൾ 2ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് അമ്പർല, എങ്കിലും ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. ഇങ്ങനെ ത്രികോണാകൃതിയിൽ മടക്കുക, 2ആക്കി മടക്കിയതിന് ശേഷം ത്രികോണാകൃതിയിൽ മടക്കുക. അപ്പോൾ നീളത്തിൽ മടക്കിയിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെട്ടേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ തുണി 2ആക്കി ആദ്യം കൈയും ബോഡി പാർട്ടൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്ത് നീളത്തിൽ ഒന്ന് മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം 2ആക്കി മടക്കിയിട്ട് ക്രോസായിട്ട് മടക്കിയിട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് നീറ്റാക്കി മടക്കിയിടട്ടെ. എന്നിട്ട് നമ്മൾ ആ ത്രികോണാകൃതി ഉണ്ടല്ലോ മുകളിലത്തെ ആ ഭാഗത്താണ് നമ്മുടെ അരഭാഗം അളക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ ബോഡി പാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ പകുതിയാക്കി 2ആക്കി മടക്കിയിട്ടേക്കാണിത്. വേസ്റ്റ് ഭാഗത്തെ അളവ് എത്രയുണ്ടെന്ന് നോക്കുക. അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ 4/1 ഭാഗം. അതിതാ ഈ നമ്മുടെ ഈ സ്കേർട്ട് പാർട്ട് നമ്മൾ 4ആക്കിയാണല്ലോ മടക്കിയിട്ടേക്കണത്. അതായത് ആദ്യം 2ആക്കി മടക്കി പിന്നെ ക്രോസായിട്ട് മടക്കി, ഇപ്പോൾ 4ആയിട്ടാണ് മടക്കി വന്നേക്കണത്. ആ 4/1 ഭാഗം പിന്നെ അതിൻ്റെ കൂടെ അരയിഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കോർണറിൽ ഒരു ഐസ്ക്രീം കപ്പ് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെങ്ത്ത് നോക്കണം. അപ്പോൾ നമ്മുടെ 15 ഇഞ്ച് വരെയാണല്ലോ ഹാഫ് ലെങ്ത്ത്. ആ 15 ഇഞ്ച് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് നമുക്ക് ലെങ്ത്ത് കിട്ടണ്ടോ എന്ന് നോക്കാം. ഒരു സൈഡിൽ ഇത്തിരി ജോയിൻറ്റ് വരും കേട്ടോ. അതായത് ഇവിടെ ഇത്തിരി ജോയിൻറ്റ് വരും. അതൊന്നും കുഴപ്പമില്ല, ജോയിൻറ്റ് വരണം ഗൗണാകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അത് നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഡബിൾ ഫ്ലെയറിലാണെങ്കിലും വലിയ ജോയിൻറ്റ് വരാതെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ സിംഗിൾ ഫ്ലെയർ ആയതുകൊണ്ട് കുറച്ചൊരു ജോയിൻറ്റ് വരും. ജോയിൻറ്റ് അറിയാത്ത രീതിയിൽ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 41 ഇഞ്ച്, 41 42 ഇത്രയാണെന്ന് ഓർമ്മ കിട്ടണില്ല. കറക്റ്റായിരുന്നു കേട്ടോ, തയ്ച്ചിട്ട് കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാൽക്കുലേഷനിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതിനേക്കാളും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ടാണ് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഫുൾ 50 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെങ്കിൽ 15 ഇഞ്ച് ബോഡി പാർട്ട് പോകും, ബാക്കി 35 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പാർട്ട് വരേണ്ടത്. അപ്പോൾ താഴേന്ന് വെട്ടിക്കളയുന്ന പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അമ്പർല ഗൗൺ തയ്ക്കണയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ, തയ്യൽ ക്ലാസ്. ഞാൻ അതിൻ്റെ നമ്പർ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അമ്പർല ഗൗണോ പല മോഡൽ കുർത്തികളോ എന്ത് വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് ലിസ്റ്റ് നോക്കുക, കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ മോൾ ഭാഗം വെട്ടിക്കളഞ്ഞ പീസ് കളയരുത് കേട്ടോ. നമുക്ക് ലൈനിങ് വെട്ടുമ്പോഴേ ആ പീസ് വെച്ചിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ലൈനിങ് വെട്ടുമ്പോൾ ഒരു 1-1.5 ഇഞ്ചോ ഇറക്കം കുറച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ സൈഡിൽ ജോയിൻറ്റ് വെച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെക്കുമ്പോൾ തിരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. അതായത് ഈ തേരുഭാഗം തന്നെ വരണം. കണ്ടോ, തേരുഭാഗം അല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. അതേ സെയിം ഇങ്ങനെ വട്ടത്തിൽ വെച്ചാൽ അതിൻ്റെ ഭംഗി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കരുത്. തുണിയാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ തുണി പ്ലെയിൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എങ്ങനെ വേണമെങ്കിലും വെക്കാമെന്ന്. പക്ഷേ തുണിയാണെങ്കിലും നമ്മുടെ ആ ഒരു രീതിയിൽ തന്നെ വെക്കുക. കറക്റ്റ് ആ ഒരു മെത്തേഡിൽ തന്നെ വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ചില തുണികൾ ഷൈനിങ് കുറവായിട്ട് വരും. അതായത് വട്ടം വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നേരെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഷൈനിങ് വ്യത്യാസം കാണിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങും അതേപോലെ തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അരഭാഗം ആ മുകളിലത്തെ നല്ല പീസിൻ്റെ അരഭാഗം വെട്ടിയ പീസ് വെച്ച് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് ഉണ്ടല്ലോ, ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനേക്കാളും, അതായത് നമ്മൾ നല്ല പീസിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ അതിനേക്കാളും 2 ഇഞ്ച് കുറവായിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് അടിയിലേക്ക് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ആദ്യം തന്നെ നമുക്ക് വെട്ടുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് വെട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടിയില്ല എങ്ങനെയാണ് ഗൗൺ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി അതനുസരിച്ച് നമുക്കങ്ങോട്ട് വെട്ടി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ബോട്ടിനൊക്കെ വെക്കാം കേട്ടോ. ബോട്ടിനൊക്കെ വെച്ചിട്ട് തയ്ക്കാം. അപ്പോൾ ആ നെക്കെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലൈനിങ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കാണിക്കുമ്പോൾ ഭയങ്കര ലെങ്ത് ആവും. ഫ്രണ്ട് നെക്ക് ഒരു 4.5 ഇഞ്ചും ബാക്ക് നെക്ക് 3.5 ഇഞ്ചുമാണ് ഇറക്കം കൊടുത്തേക്കണത്. വീതി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ
കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തേക്കുക. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നെക്ക് വെക്കണമെന്നും കാണണ്ടല്ലോ, ഞാൻ നെക്ക് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നെക്ക് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ അടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ബോട്ട് നെക്കിൻ്റെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, പലരും പറയുന്ന കാര്യമാണ് കുറച്ച് കയറിപ്പോയി, കുറച്ച് ചാടി വന്നു, കുറച്ച് കയറി ഇറങ്ങി നിൽക്കണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ നല്ല പൊതിഞ്ഞ് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പൊതിഞ്ഞ് പിടിക്കുമ്പോഴൊക്കെ അത് ചരിഞ്ഞ് പോവാതെയൊക്കെ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ അടിയിലുള്ള ക്യാൻവാസ് ഇങ്ങനെ പൊന്തി ഒന്നും നിൽക്കരുത്, ഇങ്ങനെ പൊന്തി നിൽക്കരുത്. പൊന്തി നിന്നിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലിഞ്ഞു പോവും. വലിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് പൊതിഞ്ഞ് പിടിച്ചിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ബോട്ട് നെക്കിൻ്റെ നെക്ക് അടിക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ പറയുക, കയറി ഇറങ്ങിയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പാടാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഷോൾഡർ അടിക്കുമ്പോൾ അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് ഇതാ ഇങ്ങനെ മടക്കി വെക്കുക. ബാക്ക് പോർഷൻ പൊതിഞ്ഞിട്ടും ഇല്ല, ഇതാ ഇങ്ങനെ നേരെ ഇട്ടേക്കാണ്. ഒന്ന് ഇങ്ങനെ അടിച്ച് നോക്കിയിട്ട് അത് കറക്റ്റാക്കിയിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടിയിലത്തത് പൊതിഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ വിടർത്തി തന്നെ വെച്ചേക്കാണ്. ഒരടിപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് ദാകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും എന്താ പറയുക, ചുളുക്ക് വീഴരുത്, കയറി ഇറങ്ങി പോകരുത്, കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ വിടർത്തി നോക്കാം. ദാവപ്പം വന്നേക്കണം കേട്ടോ, ഇങ്ങനെ തന്നെ വരണം കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ടിലത്തത് ഇങ്ങോട്ട് കയറിയൊക്കെ വന്നാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് സൈഡ് കൂട്ടുകയാണ്. സൈഡ് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. കണ്ട. അപ്പോൾ നമ്മുടെ ബാക്കിൽ സിബ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴേ കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് കട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ വേണമെങ്കിൽ കട്ട് ചെയ്തോ, അത് ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. സ്കേർട്ട് ഇതാ സൈഡൊക്കെ അടിച്ച് നമ്മൾ ചെറിയ ജോയിൻ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അടിച്ച് നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടെ നിങ്ങളെ കാണിച്ചു തരാത്തത് നിങ്ങളുടെ സമയം പോകണേ, പിന്നെ നിങ്ങളുടെ നെറ്റും പോവുമല്ലോ കുറേ ലെങ്ത്തിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഉടുപ്പൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് ഇത് അടിമേൽ മറിച്ച് നല്ല വശം പുറത്താക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്കേർട്ട് നല്ല പീസ് ആദ്യം കയറ്റി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ലൈനിങ് കയറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ലൈനിങ്ങും നല്ല പീസും കൂടെ ഒരുമിച്ച് അടിച്ചിട്ട് ഒരുമിച്ച് കയറ്റിയാലും മതി, എങ്ങനെയായാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റാണോ നോക്കണം, വേസ്റ്റ് കറക്റ്റാണോ നോക്കണം. ചിലപ്പോൾ ഉണ്ടല്ലോ അമ്പർല വേസ്റ്റ് ഇത്തിരി കുറവാണെങ്കിൽ നമുക്കൊരു ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. സ്കേർട്ട് പോർഷൻ കൂടുതലാണെങ്കിൽ സൈഡൊന്ന് അടിച്ചാൽ മതി. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊന്ന് കട്ട് ചെയ്തിട്ട് ബോഡി പാർട്ടിലേക്ക് വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, അടിക്കുമ്പോൾ സൈഡിൽ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചും ആ സ്കേർട്ടിൽ ഒരു സൈഡിൽ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും, അതും ഒപ്പം നിൽക്കണം. അതൊപ്പം നിന്നാൽ തന്നെയാണ് കേട്ടോ ഭംഗിയുള്ളത്. അത് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാതിരിക്കാനാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കീപ്പ് ചെയ്യണം. അത് ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. കേട്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക. ഇതേപോലെ പിന്നെ അടിക്കുമ്പോൾ പിടിച്ച് വലിക്കരുത് കേട്ടോ. നമ്മുടെ സ്കേർട്ട് പാർട്ട് ക്രോസാണ്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തിരമാല പോലെ ചുളുങ്ങി കിടക്കും. അപ്പോൾ അത് വരാതെ നോക്കുക കേട്ടോ. ഷോളിൽ നമ്മൾ 4 സൈഡിലും ലേസൊക്കെ വെച്ച് പിന്നെ ഒരു ബീഡിങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൗണിൽ നമുക്ക് കയ്യിലും അരഭാഗത്തും പിന്നെ താഴ്ഭാഗത്തും ആ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മൊത്തത്തിൽ ഒരു ലുക്കൊക്കെ വരും, ഒരു അടിപൊളി ലുക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ ഷോളും നമ്മൾ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഗൗണും തയ്ച്ചു. ഇനി സിയാമോൾക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാനുണ്ട്. എൻ്റെത് ചുരിദാർ ഞാൻ തയ്ച്ചത് നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നോ? പിന്നെ അനിയത്തിക്ക് തയ്ച്ചത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളിതെല്ലാം ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ബോട്ടം തയ്ച്ചിട്ടില്ല. എനിക്ക് ബോട്ടം ഒരു സ്കേർട്ട് പോലെയോ അല്ലെങ്കിൽ ഗൗൺ എന്താ പറയുക സ്കേർട്ട് പലാസോ പോലെയൊക്കെ തയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അതെന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് തയ്ച്ചിട്ട് അതിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്കേർട്ടിൽ നല്ല പീസും ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ.
അപ്പോൾ ഞാൻ ബാക്കിൽ വെട്ടിയിട്ടില്ല, ഞാൻ ബാക്കൊന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് വെട്ടിയെടുക്കും കേട്ടോ. വെട്ടിയെടുത്തിട്ട് നമുക്ക് ആ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രീനാണ്, ഒലിവ് ഗ്രീൻ എന്ന് പറയില്ല, ആ ഗ്രീനാണ് കേട്ടോ ഈ ഡ്രസ്സ്. അപ്പോൾ ബാക്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സിബ് വെക്കാനുള്ള കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിബില്ലാണ്ട് ഇടാനും പറ്റില്ല, ബോഡി ഫിറ്റ് ആണെങ്കിൽ ഇടാൻ പറ്റില്ല. പിന്നെ താഴ്ഭാഗത്തൊന്നും മടക്കിയിട്ട് ഒരു ലേസൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ബാക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഇളകി പോരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ പച്ച സിബ് ഉണ്ടായിരുന്നില്ല, ഇനി പച്ച സിബ് വെച്ച് കൊടുക്കണം. ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുമ്പോഴേ പല സാധനങ്ങളും എൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവാറില്ല. അത് ആരപ്പട്ട വെക്കാനായിട്ട് ഞാൻ ലേസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ലേസ് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ട് തന്നെ വെക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അതിനാണ് സിബിന് വേണ്ടി ഇപ്പോൾ തന്നെ കട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. താഴത്തേക്ക് വെക്കണോ മുകളിലേക്ക് വെക്കണോ എന്നൊക്കെ ഉള്ള കാര്യം. എന്തായാലും ബോഡി പാർട്ടി തന്നെ വെക്കണതായിരിക്കും നല്ലത്. താഴേക്കാവുമ്പോൾ ഇങ്ങനെ അംബർല സ്കേർട്ടിൻ്റെ മുകളിൽ അത്ര ഭംഗി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ആലോചിച്ചെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അബദ്ധം പറ്റരുത്, പിന്നീട് കിടന്ന് അഴിക്കേണ്ടി വരരുത്. അതിന് വേണ്ടി ഞാൻ കറക്റ്റായിട്ട് പൊസിഷനൊക്കെ നോക്കി വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടിക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഫുട്ടാണെങ്കിൽ ഇതുണ്ട് എന്താ പറയുക, സ്റ്റോൺ ഉണ്ട്. അപ്പോൾ സ്റ്റോണൊക്കെ തെറിച്ച് പോവും, ഓരോ സ്റ്റിച്ച് വീഴുമ്പോഴും തെറിച്ച് പോകും കേട്ടോ. അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് നമ്മൾ വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ടാണ് ഈ ലേസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ദാ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിടിച്ച് വലിക്കരുത് കേട്ടോ, വലിക്കുകയും ചെയ്യരുത്. എന്താ പറയുക, ചുളിവുകൾ വീഴാൻ ചാൻസ് കൂടുതലാണ് അംബർല ആയതുകൊണ്ട് തന്നെ. പിന്നെ സ്കേർട്ട് പാർട്ടിലേക്ക് ഇറങ്ങി പോകരുത്, ബോഡി പാർട്ടിൽ തന്നെ ആ ലേസ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ നമ്പർ കണ്ടല്ലോ. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് തയ്യൽ പഠിപ്പിച്ച് കൊടുക്കുന്ന ക്ലാസ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചറിയാവുന്നവരൊക്കെ ആയിരിക്കും, അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ച്ചാൽ ശരിയാവുമോ ചൊവ്വാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു ടെൻഷൻ, തുണി വെട്ടാനുള്ള പേടി, ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ ചേർന്ന് നോക്കൂട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് അളവെടുത്തിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലേസ് വെച്ചതിന് ശേഷം പിന്നെ അടിഭാഗത്ത് മടക്കി അടിച്ച് അടിഭാഗത്തും ലേസ് വെക്കണുണ്ട്, കൈയിൻ്റെ തുമ്പത്തും ലേസ് വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ അടിപൊളി ലുക്കാണ്. അപ്പോൾ ഈ ലേസ് വെക്കണത് ഞാനൊന്ന് ജസ്റ്റ് അറ്റം വരെ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ലേസ് വെക്കണമെങ്കിൽ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അരഭാഗത്ത് ഫ്രണ്ട് സൈഡിൽ മാത്രം ലേസ് വെച്ചാലും മതി. ഞാനിപ്പോൾ റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ടിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടതാ, ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മളുണ്ടല്ലോ തുണി നല്ല തുണിയാട്ടോ. ഒരുപാട് വിലയില്ലാന്ന് എനിക്ക് തോന്നണം. 200 സംതിങ് ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇനി 300 ആണോന്നും അതും അറിയില്ല കേട്ടോ. ഇനി പോത്തീസിൽ പോയി നോക്കേണ്ടി വരും. ഞാനല്ലല്ലോ, അവളല്ലേ വാങ്ങിച്ചത്. എനിക്കതുകൊണ്ട് കറക്റ്റ് എൻ്റെ റേറ്റ് ഓർമ്മയില്ല. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഈ ഷിമ്മർ എന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ കൂടെ നമ്മൾ ജോർജറ്റ് അല്ല, ക്രേപ്പാണല്ലോ നമ്മൾ ലൈനിങ്ങും കൂടെ കൊടുത്തേക്കണത്. അല്ലെങ്കിൽ സാന്തൂൺ സിൽക്ക് കൊടുക്കണം ലൈനിങ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് നല്ല കോട്ടൺ പോലെയാണ്, ചൂടെടുക്കുകയൊന്നുമില്ല, പക്ഷേ സോഫ്റ്റാണ് താനും. അപ്പോൾ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗത്തിന് ലേസൊക്കെ വെക്കണം. അതും കൂടെ കാണിച്ചു തരണില്ല, ഒത്തിരി ലെങ്ത് ആവണോണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിലേക്കും ലേസ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിൽ സിബ് വെക്കണം. എന്നിട്ട് നമ്മുടെ ഗൗണിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ നോക്കി, നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിലായോ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിയിലൊക്കെ ലേസൊക്കെ വെച്ച് നല്ല സുന്ദരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഗൗണിന്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, ഇതിനെ ഒന്ന് ചരിച്ച് കാണിച്ചാലോ. ചരിച്ചല്ല, ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ ഒന്ന് ചരിച്ച് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ അപ്പോൾ ഇങ്ങനെ വരുമെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ദായി കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. പിന്നെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക.